ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ജി കെ വേൾഡ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആരിഫ അൻസാർ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇക്കഴിഞ്ഞ 10th പ്രിലിംസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ അതുമായിട്ട് അനുബന്ധ വിവരങ്ങൾ പഠിക്കുക എന്നുള്ളതായിരുന്നു. വരാൻ പോകുന്ന പ്രിലിംസ് എക്സാമുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പഠനമാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി ചോദ്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എല്ലാം തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയി തന്നെ പഠിച്ചു പ്രിപ്പയർ ചെയ്തുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് പോകുവാനായിട്ട്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഒഴിവാക്കരുത്. ഒരു പക്ഷേ പരീക്ഷയിൽ 30 മുതൽ 40 വരെ മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകും ഈ ക്ലാസ്സുകൾ മൂലം. കാരണം അത്രയധികം കണക്റ്റഡ് ഫാക്ട്സ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക്. നമ്മൾ പറഞ്ഞു നിർത്തിയ ചോദ്യം, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ് എന്നാണ്. ഉത്തരം നമ്മൾ പറഞ്ഞു, പരുത്തി കൃഷിയാണ്. അതുപോലെ റബ്ബറിനെക്കുറിച്ചും നെല്ല്, ഗോതമ്പ് ഇവയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? മൗസിൻഡ്രം മേഘാലയയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം എവിടെയാണ്? മേഘാലയയിലാണ്. അതുപോലെ നേരത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്നത് എവിടെയാണ്? ചിറാപുഞ്ചി. ചിറാപുഞ്ചിയും എവിടെ തന്നെയാണ്? മേഘാലയ തന്നെയാണ്. ഈ ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് സോഹ്ര. ചിറാപുഞ്ചിയുടെ പുതിയ പേരാണേത്? സോഹ്ര. അതുപോലെ ആസാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആസാം. അതുപോലെ മിസോറാമിനെ കുറിച്ച് മീസോ അല്ലെങ്കിൽ ലൂഷായ് കുന്നുകൾ, മീസോ കുന്നുകൾ അല്ലെങ്കിൽ ലൂഷായ് കുന്നുകൾ ഏത് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്? മിസോറാം സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? മേഘാലയ എന്ന് പറയുമ്പോൾ നമ്മൾ മൗസിൻഡ്രം എന്ന് പറയുന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശവും നേരത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന പ്രദേശമായ ചിറാപുഞ്ചി അഥവാ ഇന്ന് സോഹ്ര എന്നറിയപ്പെടുന്ന പ്രദേശവും ഒന്ന് ഓർത്തു വെക്കണം. പിന്നെ തേയില സംസ്ഥാനം അല്ലേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം ആണെന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ മിസോറാമിനെ കുറിച്ച് മീസോ അല്ലെങ്കിൽ ലൂഷായ് കുന്നുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഉത്തരപർവ്വത മേഖലയിൽ ഹിമാലയത്തിൻ്റെ കിഴക്ക് ഭാഗം അറിയപ്പെടുന്നത്, ഹിമാലയത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പട്കായ് മലനിരകൾ അല്ലെങ്കിൽ പൂർവാചൽ എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഹിമാലയം ഇങ്ങനെ വന്നിട്ട് അത് ഒടിഞ്ഞ് മടങ്ങി ചെറിയ ചെറിയ കുന്നുകളായിട്ട് പിന്നെ മ്യാൻമറിൻ്റെ അതിർത്തിയിലൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഒരുപാട് ചെറിയ ചെറിയ കുന്നുകളായിട്ടാണ് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത്. ആ ഭാഗത്തുള്ള മിസോറാം എന്ന സ്റ്റേറ്റിലെ കുന്നാണ് അല്ലെങ്കിൽ ഹിൽസാണ് ഏത്? ഈ പറയുന്ന ലൂഷായ് അല്ലെങ്കിൽ മീസോ ഹിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മുൻപുള്ള എക്സാംസിന് ചോദിച്ചിരുന്ന ചോദ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇപ്പോൾ നേര്യമംഗലമാണ്. എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ് കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത്. മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം. അതുപോലെ തന്നെ മഴനിഴൽ പ്രദേശങ്ങൾ, കേരളത്തിൻ്റെ ഒരു മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. കേരളത്തിലെ ഒരു മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ എന്ന് പറയുന്ന പ്രദേശം. കേരളത്തിലെ മഴനിഴൽ പ്രദേശമാണ് ഏത്? ചിന്നാർ എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ മഴനിഴൽ പ്രദേശങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശമാണ് തമിഴ്നാട്. പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശമാണ് തമിഴ്നാട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം പശ്ചിമഘട്ടം കേരളത്തിൻ്റെ കിഴക്കൻ അതിരിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. കിഴക്കൻ അതിരിലൂടെ താപ്തി നദിയുടെ അഴിമുഖം മുതൽ, ഗുജറാത്തിലെ താപ്തി നദിയുടെ അഴിമുഖം മുതൽ തെക്ക് കന്യാകുമാരി വരെ വിസ്തരിച്ച് കിടക്കുന്ന വിസ്തൃതിയോടെ കിടക്കുന്ന 1600 കിലോമീറ്റേഴ്സാണ് പശ്ചിമഘട്ടം കൈവിരിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം കേരളമാണ്, കിഴക്ക് ഭാഗം തമിഴ്നാടാണ്. പശ്ചിമഘട്ടം മഴ മുഴുവൻ എവിടെയാണ് പെയ്യിക്കുന്നത്? കേരളത്തിലാണ് മഴ മുഴുവൻ പെയ്യിക്കുന്നത്. തമിഴ്നാട് പശ്ചിമഘട്ടത്തിൻ്റെ എന്തായി മാറിയിരിക്കുന്നു? മഴനിഴൽ പ്രദേശമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശമാണ് തമിഴ്നാട്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ചിന്നാർ എന്ന് പറയുന്ന പ്രദേശം കേരളത്തിലെ ഒരു മഴനിഴൽ പ്രദേശമാണ്. അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം.
അടുത്ത ചോദ്യം നോക്കാം. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങളിലൂടെ അല്ലെങ്കിൽ ദിനങ്ങളിലൂടെ നമുക്കറിയാം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. അതുപോലെ തന്നെ വനജീവിയുടെ കാലിൽ ക്ഷയം എന്ന് പറഞ്ഞ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങൾ പഠിക്കുന്നുണ്ട്. മാർച്ച് 21, 22, 23 അല്ലേ? ലോക വനദിനം 21. ജലദിനം എന്താണ്? ജലദിനം 22. മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം. ദെൻ കാലാവസ്ഥാ ദിനമാണ് മാർച്ച് 23. കാലാവസ്ഥാ ദിനമാണ് മാർച്ച് 23. മാർച്ച് 24 ക്ഷയദിനം. മാർച്ച് 24 ക്ഷയദിനം. അപ്പോൾ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം, മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയദിനം. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ദിനമാണ് ഏപ്രിൽ 22 ഭൗമദിനം. ഏപ്രിൽ 22 ഭൗമദിനം. അപ്പോൾ ജൂൺ 5 പരിസ്ഥിതി ദിനം, സെപ്റ്റംബർ 16 ഓസോൺ ദിനം, ഏപ്രിൽ 22 ഭൗമദിനം, ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം, പിന്നെ മാർച്ച് 21, 22, 23, 24 വനജയുടെ കാലിൽ ക്ഷയം. വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, ദെൻ ക്ഷയദിനം. അപ്പോൾ അത്രയും ഡേറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ്, ജിയോ തെർമൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മണികരണാണ്. ഹിമാചൽ പ്രദേശിലുള്ള മണികരണാണ് ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് അല്ലെങ്കിൽ ജിയോ തെർമൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. അപ്പോൾ ഇവിടെ ഗെയ്സറുകൾക്ക് പ്രസിദ്ധമായൊരു പ്രദേശമാണ്. ചൂട് നീരുറവകൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗെയ്സർ എന്ന് പറയുന്നത്. ഗീസറുമുണ്ട്, ദെൻ ഗ്ലേസറുമുണ്ട്. ഗീസറുമുണ്ട്, പിന്നെന്തുണ്ട്? ഗ്ലേസറുമുണ്ട്. അപ്പോൾ ഇവിടെ ഗ്ലേസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാനികളാണ്. ഹിമാനി എന്ന് പറഞ്ഞാൽ എന്താണ്? തെന്നി നീങ്ങുന്ന മഞ്ഞുമലകളാണ് ഹിമാനികൾ. തെന്നി നീങ്ങുന്ന മഞ്ഞുമലകളാണ് എന്തെന്ന് പറയുന്നത്? ഹിമാനികൾ എന്ന് പറയുന്നത്. നമുക്കറിയാം സിയാച്ചിൻ ഹിമാനി അല്ലേ? സിയാച്ചിൻ ഗ്ലേസിയർ, സിയാച്ചിൻ ഹിമാനി, ഹിമാലയത്തിലെ സിയാച്ചിൻ ഗ്ലേസിയർ. അപ്പോൾ ഹിമാനി എന്ന് പറഞ്ഞാൽ തെന്നി നീങ്ങുന്ന വലിയ മഞ്ഞുമലകളാണ്. നേരെ മറിച്ച് ഗീസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗീസർ എന്ന് പറഞ്ഞാൽ ചൂട് നീരുറവകളാണ്. ഭൂമിക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് ചീറ്റിത്തെറിക്കുന്ന ചൂട് നീരുറവകളാണ് ഗീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗീസറുകൾ കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് മണികരൺ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ആണ് ഈ മണികരൺ എന്ന് പറയുന്നത്. ദെൻ ടിക് ബോയ് അഥവാ ദിഗ് ബോയ് ആണ് ആസാമിലെ ദിഗ് ബോയ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ പാടം എന്ന് പറയുന്നത്. അപ്പോൾ ആസാമിലെ ദിഗ് ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ സംസ്കരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ദിഗ് ബോയ് എണ്ണ പാടം എന്ന് ഓർത്തിരിക്കുക. ദെൻ റാഞ്ചി അതുപോലെ താരാപൂർ നമുക്കറിയാം മഹാരാഷ്ട്രയിലെ താരാപൂർ ആണവ നിലയത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് താരാപൂർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ ആൻ അക്കാദമിയിൽ ഇപ്പോൾ വിവിധ ബാച്ച് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രഗത്ഭരായ PSC പരിശീലന രംഗത്ത് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന വിവിധ ബാച്ച് കോഴ്സുകൾ നിങ്ങൾക്കിപ്പോൾ ആൻ അക്കാദമിയിൽ ലഭ്യമാണ്. അപ്പോൾ ഇതിലേക്കുള്ള അഡ്മിഷൻസിൽ 20% വരെ ഡിസ്കൗണ്ടും കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഷാഫി സാറിൻ്റെ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ടും, നിങ്ങളുടെ ക്രെഡിറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു 10% കൂടെ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വരുംകാല പഠനത്തിന് ഒരു 90 ദിവസത്തെ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് PSC എക്സാംസിന് വേണ്ടിയുള്ള കോഴ്സും അതുപോലെ തന്നെ 150 ദിവസത്തെ ഒരു 10th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയുള്ള പ്രത്യേക കോഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ തീർച്ചയായും ഉറപ്പാക്കുക. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഷാഫി സാറിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്.
അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ബാക്കി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്